രണ്ടാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. എന്താ നമ്മൾ വായിക്കുന്നു? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മൂന്നാമത്തെ ആദി 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചു. അപ്പോൾ 3 പുസ്തകങ്ങളാണ് ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ചോദ്യം, ഇതിനകത്തെ ആദ്യത്തെ ആദി ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ബിഗിനിങ്? ഇതിനകത്തെ ആദ്യത്തെ ആദി ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 1:1. ഉറപ്പാ? 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 ഞാൻ ഇവരോട് ചോദിച്ചത്, കാരണം യൂത്തിനോടാണ് ഞാൻ ചോദിച്ചത്. ഉറപ്പാണോ? യോഹന്നാൻ 1:1 1:1 ആന്നല്ലയോ? ആ. ഞാൻ മംഗലാപുരത്ത് നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി മംഗലാപുരത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിങ്ങിന് വേണ്ടി വന്ന ഒരാളാണ്. കുഞ്ഞാലി മരക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫിലിം അവിടെ ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ അടുത്താണ് ഷൂട്ടിംഗ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സിനിമാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാൾ ഞാൻ യാത്ര ചെയ്ത സെയിം ട്രെയിനിൽ, സെയിം കമ്പാർട്ട്മെന്റിൽ, സെയിം സീറ്റിൽ, എൻ്റെ 15, അദ്ദേഹം 16 ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു ചുള്ളൻ ടൈപ്പിലെ യാത്ര ചെയ്തു. ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു വ്യത്യാസം. പുള്ളി വെച്ചു, പാസ്റ്ററാണ്. ഇത് കേട്ടതും അറിയാമല്ലോ, ദൈവത്തെ വിശ്വാസമില്ലാത്ത ആളുകൾ നമ്മൾ പാസ്റ്ററാണെന്ന് കേട്ടതും എടുത്തിട്ടും തുടങ്ങി. നിങ്ങളുടെ ഈ കറുത്ത വായനയുടെ പുസ്തകത്തിനകത്ത് എന്തെല്ലാം കള്ളത്തരങ്ങൾ? ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും പറഞ്ഞാൽ എൻ്റെ പെരുപെരിന് പോലും തളച്ചു വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വർത്താനം. സഭ്യമായ ഭാഷയല്ല, അത് അടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല, പെരുപെരിന് മുതൽ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തളച്ചു വരും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെയും ബൈബിളിനെ നിങ്ങൾ പറയരുതെന്ന്. ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു സംശയം എന്തെങ്കിലും കാണുന്നു. ഞാൻ പറഞ്ഞോളൂ, അത് ഞാൻ പറഞ്ഞുതരാം. സംശയം എന്താണെങ്കിൽ പറഞ്ഞുതരാം, അതിന് പ്രശ്നം. ഈ ആദി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ ആദി എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദി എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആദി എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എന്നും കൺഫ്യൂഷനാണ്. എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ നല്ല കാര്യം. ഞാൻ ചേട്ടായുടെ വീട് ഇവിടെ. ആ പുള്ളി പറഞ്ഞു ദേവലോകം എന്ന സ്ഥലത്താണ്, കോട്ടയത്ത് ദേവലോകത്താണ് ഇവിടെ വീട്. അപ്പൊ ഞാൻ ചോദിച്ചു, ദേവലോകത്ത് നിന്ന് കോട്ടയത്തിനുള്ള ആദ്യത്തെ ബസ് എപ്പോഴാണ് ചോദിച്ചു. അവിടെ പുള്ളി പറഞ്ഞു 5:30 ഫസ്റ്റ് ബസ്. ഇത് പാലായിൽ നിന്ന് വരുന്നൊരു ബസ്സാണ്. അത് ദേവലോകത്ത് നിർത്തി കോട്ടയത്തേക്ക് പോകുന്നത് 5:30 ആദ്യത്തെ ബസ്. അവൻ ചോദിച്ചല്ല, അതിന് മുമ്പ് എന്നോട് പറയാം, പാസ്റ്ററൊന്നുമല്ല, പിന്നെ എടാതായി വിളി. എടാ പോയി 5:30 ആദ്യത്തെ ബസ്. അല്ല, ഞാൻ പറഞ്ഞല്ല, അതിന് മുമ്പ് ഇല്ലല്ല. പിന്നെ ആദ്യത്തെ ബസ് 5:30 പിന്നെ അതിന് മുമ്പ് എങ്ങനെ ആദ്യത്തെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ശരി, 5:30 ആദ്യത്തെ ബസ്സല്ലേ, അതിന് മുമ്പുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ആദി. ആദി ദൈവം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരാദി. അവിടെ ബൈബിളിൽ ആദി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ആദി ഇല്ല എന്ന് പറഞ്ഞാൽ, ഇനി അദ്ദേഹത്തോട് കുറെ സെക്യുലറിസമാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ ബൈബിളിലേക്ക് വരാം. ആദി എന്ന് പറഞ്ഞാൽ ദൈവം സമയത്തിന് അധീനനാണ്. ആ സമയത്തിന് മേലെയുള്ളതാണ്. നമ്മൾ സമയത്തിന് അതീതരാണ്. കാരണം സമയബന്ധിതമാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം സമയത്തെ എന്ത് ചെയ്തു? നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നതാണ് ഏത്? ആദി. അതെപ്പോഴാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനാണ് ആദി. ഏതാദി? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദി. എന്താ ആദി? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഏതാദി? ആദി. 5:30 വണ്ടി പോലെ അതിന് മുമ്പ് ഇല്ല. മണ്ണാർക്കുളഞ്ഞി പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി എപ്പോഴാ? ആദ്യത്തെ വണ്ടി 4:30. അതിന് മുമ്പോ
ഇല്ല, അതിന് മുമ്പില്ല, അതിന് മുമ്പ് സമയമില്ല, അതിന് മുമ്പ് വണ്ടിയില്ല. ഇതുപോലെ ആദി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന സമയം തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ആദി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ അപ്പോ മുതൽ ആരുണ്ട്? വചനമുണ്ട്. യോഹന്നാൻ 1:1 വായിച്ച് നമുക്കറിയാം, കാണാതെ, എന്നാലും ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അടുത്ത പദം വായിക്കുന്നത് എങ്ങനെ അറിയാമോ? വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അടുത്ത പദം വചനം ദൈവം. രണ്ടാം വാക്യം തുടങ്ങുന്നത് ഭയങ്കര ഒരു ക്ലോസോട് കൂടിയാണ്. അടുത്തത് അവൻ ആദിയിൽ, അങ്ങനല്ലേ? രണ്ടാം വാക്യം തുടങ്ങുന്നത് എങ്ങനെ? അവൻ ആദിയിൽ. അവൻ ന്യായമായ ഒരു സംശയം, ന്യായമായ ഒരു സംശയം. നമുക്ക് സംശയം തോന്നുന്നില്ല, സെക്കുലർ ആൾക്ക് സംശയം തോന്നുന്നു. ഏതാ ഈ അവൻ? ഒന്നാം വാക്യം ശ്രദ്ധിച്ചു പോണേ. ഒന്നാം വാക്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പക്ഷെ രണ്ടാം വാക്യം തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? അവൻ ആദിയിൽ. ഏതാ ഈ അവൻ? ഈ വചനം. ഈ വചനം അവൻ ആദിയിൽ ആരോടുകൂടെയായിരുന്നു? ദൈവത്തിലൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോൾ ആദിയുണ്ടോ അന്ന് മുതൽ ആരുണ്ട്? ദൈവമുണ്ട്. എപ്പോൾ ആദിയുണ്ടോ അന്ന് മുതൽ ആരുണ്ട്? കർത്താവുണ്ട്. അപ്പൊ മനസ്സിലായോ ആദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ ടൈം എപ്പോ മനുഷ്യന് മനസ്സിലാകാൻ തുടങ്ങിയോ, മനുഷ്യന് മനസ്സിലാകുന്ന സമയം ബന്ധിതമായി തുടങ്ങിയോ, അന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് യേശു ആദ്യം മുതൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു സ്വയം ഉളവായ ആളാണ്, സ്വയംഭൂവാണ്, താൻ തന്നെ ഉണ്ടായതാണ്. അല്ലാതെ യേശുവിനെ എന്ത് ചെയ്തതല്ല, സൃഷ്ടിച്ചതല്ല. നിഖ്യാ വിശ്വാസ പ്രമാണത്തിനകത്ത് പറയുന്നത് എന്താണ്? സൃഷ്ടി അല്ലെങ്കിലും സ്വയംഭൂവായ ഉളവായെന്നാണ് നിഖ്യാസിന്റെ. കത്തോലിക്കെന്ന് വന്നിട്ട് ആളുകളില്ലേ? കത്തോലിക്കൻ രക്ഷിക്കപ്പെടുന്നവരില്ലേ? നിഖ്യാ വിശ്വാസ പ്രമാണത്തിനെന്ന് പറയുന്ന ഈ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ അത് പറയുന്ന ജനിച്ചവൻ അല്ലെങ്കിലും സ്വയംഭൂവായി. ഇനി നമ്മുടെ ബൈബിളിലേക്ക് വരാം. ഈ വചനം, അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന വചനം, അടുത്ത വാക്യം 2-ാം വാക്യത്തിൽ പറയുന്നു അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. അടുത്ത പദം എങ്ങനെ ആവർത്തിക്കുന്നത്? അടുത്ത പദം എങ്ങനെ ആവർത്തിക്കുന്നത്? അടുത്ത പദം സകലവും അവൻ. ഏതവൻ? അവനെന്ന് പറഞ്ഞാൽ വചനം. അടുത്ത പദം സകലം അവൻ മുഖാന്തരമുള്ളതായി. അടുത്ത പദം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ എല്ലാത്തിന്റെയും ആദികാരൻ. തമിഴ് സാറിന്റെ കവിത പാടുന്നത് സർവത്തിനും ആദികാരണനായവനിവൻ. ആ കവിത നിങ്ങൾക്കറിയാലല്ലേ? സകലത്തിനും ആദികാരണനായവനിവൻ എന്ന് പറഞ്ഞ കവിത ഇങ്ങനെ തുടങ്ങുകയാണ്. ആ വേദവിഹാരത്തിന്റെ ആദ്യത്തെ ആ വാക്കുകൾ. അപ്പൊ സർവത്തിനും ആദി കാരണനായവനിവനാണ്. എന്നിട്ട് എന്ത് ചെയ്തു? 14-ാം വാക്യം, വേഴ്സ് 14. ഈ അതേ വചനം എന്ത് ചെയ്തു? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. സെയിം വചനം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. അപ്പോൾ ആദി എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായോ? മനുഷ്യൻ എപ്പോൾ ആദി എന്ന് പറയാൻ സമയം ബന്ധിതമായോ അന്ന് മുതലാണ് ആദി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനു മുമ്പേ ഉള്ളവനാണ് ആര്? യേശു കർത്താവ്. എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഉളവാകുന്നു. 90-ാം സങ്കീർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സാധാരണ മരണ ശുശ്രൂഷയിലാണ് വായിക്കുന്നത് 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളും ഉണ്ടായതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. എന്താ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നത്? അനാദിയായി എന്ന് പറഞ്ഞാൽ അതിന് ആരംഭമില്ലാതെ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് എന്തില്ല? ആരംഭമില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, ആരംഭം ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം നിരീശ്വരവാദിയായിരിക്കാം, ക്രിസ്തുവിന്റെ ദൈവനിഷേധിയായിരിക്കാം, ബൈബിൾ വിശ്വസിക്കാത്ത ആളായിരിക്കാം. അറിയൂസ് എന്ന് പറയുന്ന ഒരാളാണ് ഇന്നത്തെ മോഡേൺ ക്രിസ്തു നിഷേധികളുടെ പിതാവ് എന്ന് പറയുന്നത്.
അറിയൂസ്. അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു ആരല്ല, ദൈവമല്ല, യേശുക്രിസ്തു ആരാണ്, കുട്ടി ദൈവമാണ്. അവിടെ അത്താനാസിയോസ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു ക്ലർജി ഉണ്ടായിരുന്നു, സാധാരണ മനുഷ്യനുണ്ട്. ഈ അറിയൂസിനോട് ചെന്ന് സംശയം ചോദിക്കാനൊന്നും അദ്ദേഹം കഴിവുള്ളവനാണല്ലോ. ഉടനെ ചോദിച്ചു, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? ഈ അറിയൂസ് ഭയങ്കരമായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവനിഷേധവും യേശുക്രിസ്തു കേവലം ഒരു പുത്രനാണ്, അല്ലാതെ പിതാവിന് ഈക്വൽ അല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഈ അത്താനാസിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ സാധാരണ ഒരു വിശ്വാസിയാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരു നോർമൽ വിശ്വാസിയാണ്. അദ്ദേഹം വലിയ പഠനമൊന്നുള്ള ആളല്ല. അദ്ദേഹം ഈ അറിയൂസിനോട് ചോദിച്ചു, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? അപ്പൊ അറിയൂസ് ഇങ്ങനെ വിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങനെ പ്രകമ്പനം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഉടനെ പറഞ്ഞു, ഈ പുള്ളിക്ക് എന്തെന്നോട് ചോദിക്കാൻ പറ്റും? അവിടെ പറഞ്ഞ് ചോദിച്ചോളൂ. അത്താനാസിയോസ് ചോദിച്ചു, അല്ലെങ്കിൽ അറിയൂസേ, പിതാവായ ദൈവം നിത്യ പിതാവാണോ? അപ്പൊ അറിയൂസ് പെട്ടെന്ന് പറഞ്ഞു, നിത്യ പിതാവാണ്. വീണ്ടും ഈ അത്താനാസിയോസ് ചോദിച്ചു, അല്ലയോ അറിയൂസേ, ഈ ദൈവം പിതാവെന്ന് പറയുന്ന ദൈവം നിത്യ പിതാവാണോ? eternal father, eternal father is he is eternal father, നിത്യനായ പിതാവാണ്. ഉടനെ അത്താനാസിയോസ് ചോദിച്ചു, നിത്യപുത്രനില്ലാതെ പിതാവ് എങ്ങനെ നിത്യപിതാവാകും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിത്യപുത്രനില്ലാതെ പിതാവിനെ എങ്ങനെ നിത്യപിതാവ് എന്ന് വിളിക്കും? ഇറ്റേണൽ സൺ എന്ന് വിളിക്കണമെങ്കിൽ he has to be eternal father. അദ്ദേഹത്തിന് നിത്യപിതാവ് ഉണ്ടായിരിക്കണം. നിത്യപിതാവ് ഉണ്ടെങ്കിൽ മാത്രമേ നിത്യപുത്രൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. നിത്യപുത്രൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നിത്യപിതാവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആദി എന്ന് പറഞ്ഞാൽ സമയം മനുഷ്യന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആദിയായ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? കർത്താവായി. നീ അന്തം എന്ന് പറഞ്ഞാൽ വായിച്ച 2-ാം അധ്യായം അവിടെ വായിക്കുന്നത് 8-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അന്ത്യനായവൻ. അന്ത്യനായ അന്തവും അന്ത്യവും രണ്ടും രണ്ടാണ്. അന്തം, അന്ത്യം. എന്റെ എൽഡർ എന്ന് പറയുന്നത്, ചർച്ചിലുണ്ടായിരുന്ന എൽഡർ എന്ന് പറഞ്ഞാൽ CJ ഈശോ സാർ. ഈശോ സാറിനെ കുറിച്ച് ചെക്കാട്ടുകാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈശോ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിക്കാതെ കർത്താവിനോട് പ്രവർത്തിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിട്ട് പറയും, എടാ പക്ഷേ ഞാൻ കൊച്ചെന്നാണ്, എടപ്പ ചിലപ്പോൾ ദേഷ്യമൊക്കെ അങ്ങനെയല്ല, അങ്ങനെ പ്രത്യേക അർത്ഥം. അദ്ദേഹമാണ് ഈ നമ്മുടെ മലയാള സംഗീത ഭാഷ, നമ്മുടെ ആത്മീയതകളൊക്കെ തിരുത്തി അതിനകത്തുള്ളതായിരുന്ന ഒരു മനുഷ്യനാണ്, ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം പറയും, ഈ അന്ത്യവും അന്തവും തമ്മിൽ എന്നുണ്ട് വ്യത്യാസമുണ്ട്. അന്തം മനുഷ്യന്റെ അന്തം. അന്ത്യം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നതിനാണ് അന്ത്യം. അന്ത്യമില്ലാത്തവൻ എന്ന് പറഞ്ഞിരിക്കും. അന്ത്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതിനൊരു അവസാനമില്ല. യേശുക്രിസ്തുവിന് എന്തില്ല? അവസാനിക്കുന്നു. എന്ന് അവസാനിക്കുന്നത് ഇല്ല. പിന്നെ അവസാനം എന്ന് പറയാം. അതാണ് ആദ്യനും അന്ത്യനും. നമുക്ക് മനസ്സിലാവോ പറഞ്ഞാൽ? ഇല്ല. മനസ്സിലാവോ? ഈ വാക്കുകൾ മനസ്സിലാവും എന്നുള്ളതല്ല, അതിന്റെ ആഴം മനസ്സിലാവോ? ഇല്ല. ഒരു പുരുഷായുസ് മുഴുവൻ ധ്യാനിച്ചാലും പിടികിട്ടില്ല. യേശുവിന് അന്ത്യമില്ലെന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരിക്കൽ നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് വേഗം? ഒടുവിലൊരിക്കൽ അരികിലണയും ഞാൻ, ഒടുവിലൊരിക്കൽ അരികിലണയും ഞാൻ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ. ഒരിക്കലും അവസാനിക്കാത്ത കർത്താവിന്റെ സ്നേഹം നമ്മൾ യുഗയുഗാന്തരം എത്രയോ വർഷം പാടും. എന്തിനാ ഈ സ്മരണ സഭയോട് യേശുക്രിസ്തുവിനെ എങ്ങനെ 3 വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അതിന് വലിയൊരു കാര്യമാണ്. എന്താ അവിടെ പറയുന്നത്? 9-ാമത്തെ വാക്യത്തിൽ പറയാം. അവരുടെ 3 അവസ്ഥകൾ പറയാം. അവരെങ്ങനെയാണ് അവരായിരിക്കുന്ന അവസ്ഥ? എന്താ? 1, നിന്റെ കഷ്ടത എനിക്കറിയാം. 2, നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം. 3, നിന്നെ കുറിച്ച് അവർ പറയുന്ന ദൂഷണവും എനിക്ക് അറിയാം. 3 പാദങ്ങൾ ശ്രദ്ധിക്കണം. തങ്ങൾ യഹൂദരെന്ന് പറയുന്നവരെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരവരായവരുടെ ദൂഷണം. 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, നിന്റെ കഷ്ടത അറിയാം. നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടത അറിയാം. പിന്നെ നിന്റെ കഷ്ടത നമുക്ക് തരുന്നേ? കർത്താവിനെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടത?
നമ്മൾ സാറിന് ചോദിക്കാറില്ലേ, കർത്താവേ ഞാൻ ഇത്രയും സിൻസിയറായിട്ട് ജീവിച്ചിട്ട് എനിക്ക് എന്തിനായി കഷ്ടം? പുറത്ത് ചോദിക്കാൻ പേടിയായതുകൊണ്ട് നമ്മൾ ആരോട് ചോദിക്കും? നമ്മൾ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? ചോദിക്കും. പുറത്തെങ്ങനെയാണ് ചോദിക്കുന്നത്? ഉപദേശി വഴക്ക് പറയത്തില്ല, അല്ലെങ്കിൽ പാസ്റ്റർ വഴക്ക് പറയത്തില്ല, അല്ലെങ്കിൽ വഴക്ക് പറയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നീ ഭർത്താവ് വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഭാര്യ അതിനാണ് ചോദ്യം ചെയ്താലോ, അതുകൊണ്ട് ആരും അറിയാതെ നമ്മൾ ദൈവത്തോട് ചെയ്യും, കർത്താവേ എന്തിനാണ് ഈ കഷ്ടത? നമുക്കറിയാമല്ലോ ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം. അപ്പൊ നമ്മൾ എന്ത് പറയും? ആ അനുഗ്രഹം എനിക്ക് ഓർക്കുക. കഷ്ടത എന്താണ്? അനുഗ്രഹം. അങ്ങനെ വാക്കുകളുണ്ട്, കഷ്ടത അനുഗ്രഹം. അതിലേക്ക് വരാം. എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഇല്ല. എല്ലാവർക്കും ഈ കഷ്ടത അനുഭവിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ല. അതൊരു ഗിഫ്റ്റ് എന്നുള്ള നിലയിലുള്ളത്. എല്ലാവർക്കും കഷ്ടതയുണ്ട്, പക്ഷെ എല്ലാവർക്കും ഈ കഷ്ടത അനുഭവിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ല. 34 സങ്കീർത്തനം എടുത്തു. 34 സങ്കീർത്തനം, Psalm 34. അവിടെ ഒരു താരതമ്യമുണ്ട്. ഒരു താരതമ്യം 34 സങ്കീർത്തനം. അവിടെ താരതമ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 34 സങ്കീർത്തനം അതിന്റെ 21 വാക്യം. Verse 21. 34:21 മതി. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അനർത്ഥം. എത്ര എണ്ണം ഉണ്ട്? അതിന്റെ പ്ലൂറാലിറ്റിയിലാണോ സിംഗുലറായിട്ടാണോ? സിംഗുലറാണ്. അനർത്ഥം എത്ര എണ്ണം ഉണ്ട്? ഒറ്റ ഓർമ്മയുണ്ട്. അനർത്ഥം എന്ത് ചെയ്യുന്നു? ദുഷ്ടനെ കൊല്ലുന്നു. തൊട്ട് മുകളിൽ നിന്ന് വായിച്ചു 19 വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം. ദുഷ്ടൻ ഒറ്റ ഓർമ്മ വന്നാൽ മതി, അവന്റെ ജീവിതം എന്തായി? തീർന്നു. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. തീർന്നു, അവന്റെ പരിപാടി കൂട്ടി. പക്ഷെ നീതിമാന്റെ അനർത്ഥങ്ങൾ ബഹുവചനം, അസംഖ്യം ബഹുവചനം. പക്ഷെ ഒരു ഗുണം കൂടെ ഉണ്ട്, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ. അപ്പൊ കഷ്ടത നമുക്ക് തരുമ്പോൾ തന്നെ എന്തിനാ ദൈവം തരുന്നറിയാമോ? ഈ കഷ്ടതകൾ, അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിനും വിടുവിക്കാനാണ്. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ തോതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ തോത് വായിച്ച റോമാലേഖനം 9-ാം അധ്യായം. ഈ കഷ്ടത തരുന്ന എന്തിനാണ് എന്നവിടെ വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. റോമൻസ് 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാമെ വേർപിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ എന്ത് ചെയ്യാം? വേർപിരിക്കാം. ഇത് ആരുടെ പെർസ്പെക്റ്റീവ്? ആരുടെ കാഴ്ചപ്പാടാണ്? നമ്മുടെ കാഴ്ചപ്പാട്. മീൻസ് പൗലോസിന്റെ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട്. കഷ്ടത കൂടുതൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ വേർപെട്ട് പോകാം. എന്തൊക്കെയാണ്? ഒന്ന്, കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ഇത് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകും. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ കഷ്ടത അടിക്കടി വരുമ്പോൾ നമ്മൾ എന്റെ കർത്താവേ എന്നാലും എനിക്കെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിറുപിറുക്കും, അല്ലെങ്കിൽ വേദനപ്പെടും. വാള് വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പട്ടിണി വരുമ്പോൾ, പൈതാഹം വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യത മാനുഷികമായ നിലയിൽ നമുക്കുണ്ടാകാം. പക്ഷെ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി? അടുത്ത വാക്യം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. അത് ആരുടെ കാഴ്ചപ്പാടെന്നറിയാം? 35-ാം വാക്യം നമ്മുടെ കാഴ്ചപ്പാട്, 38-ാം വാക്യം ദൈവത്തിന്റെ കാഴ്ചപ്പാട്. ഗോഡ്സ് പെർസ്പെക്റ്റീവ് ആണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താ അവിടെ പറയാണ്? 1 മരണത്തിനോ, 2 ജീവനോ, 3 ദൂതന്മാർക്കോ, 4 വാഴ്ചകൾക്കോ, 5 അധികാരങ്ങൾക്കോ,
6 ഇപ്പോഴുള്ളതിനോ, 7 വരുവാനുള്ളതിനോ, 8 ഉയരത്തിനോ, 9 ആഴത്തിനോ, 10 മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല. ഇതാണ് കാഴ്ചപ്പാട്. ദൈവത്തിന് നമ്മളോടുള്ള കാഴ്ചപ്പാട്. ദൂതന്മാർ വിചാരിച്ചാലും ദൈവത്തിൽ നമ്മളെ അകറ്റാൻ പറ്റില്ല. പക്ഷെ മേളിൽ 35-ാം വാക്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാടാ. പട്ടിണി വരുമ്പോൾ, പൈതാഹം വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ, വാള് വരുമ്പോൾ, ഒരു പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മളെ എന്ത് ചെയ്തേക്കാം, വേർപെടിച്ചേക്കാം. അത് നമ്മുടെ ചിന്തയാണ്. പക്ഷെ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. ഇത് നിമിത്തം ഞാൻ സർവ്വത്തിന് ജയം പ്രാപിച്ചിരിക്കുകയാണ്. കാരണം കഷ്ടത ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കൃപയോട് ഞാൻ ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തോട് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുകയാണ്, അടുക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഭക്തന്മാരായ ആളുകൾക്കാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളത്. തെളിവുണ്ടോ? യോബ്. വേറെ ഒരു തെളിവും വേണ്ട. യോബ് എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഭക്തനാണെന്ന് ആ പുസ്തകം നമ്മൾ വായിച്ചാൽ 4 പ്രാവശ്യം വായിക്കുന്നുണ്ട് അവൻ ഭക്തനാണ്, നേരുള്ളവനാണ്. 4 പ്രാവശ്യം. ദൈവം 2 പ്രാവശ്യം പറഞ്ഞു, ദൈവം 3 പ്രാവശ്യം പറഞ്ഞു, 1 പ്രാവശ്യം സാത്താൻ പറഞ്ഞു. ഭക്തനായ ഒരു മനുഷ്യനാണ്. നമുക്ക് ജീവിച്ചിരിക്കുന്നതിൽ മറ്റ് നമ്മുടെ കാലഘട്ടത്തിൽ ഭക്തനായ മനുഷ്യനായിരുന്നു സാധു കൊച്ചുപദേശി. അദ്ദേഹം ഉപദേശത്തിൽ നമ്മൾ വേർപെട്ട് പോയെങ്കിൽ പോലും അദ്ദേഹം ഭക്തനായ ഒരു മനുഷ്യനാണ്. മരിച്ച കുഞ്ഞുങ്ങളെ ശവം അടുക്കി ഇട്ടിട്ട് താൻ എഴുതിയ പാട്ടെന്താ, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല. ആ പാട്ട് പാടുമ്പം നമ്മൾ അതിന്റെ ആഴം മനസ്സിലാകുന്നില്ല. കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് 3, 4, 5 കുഞ്ഞുങ്ങളെ മരിച്ച് അതിനെ ഇങ്ങനെ അടുക്കി ഇട്ടിട്ട് അവിടെ വെച്ച് പാടുമ്പോൾ എഴുതുകയാണ്, ദോഷമായിട്ട് എന്നോട് എന്റെ ദാതനൊന്നും. എളുപ്പമായി എഴുതാൻ എളുപ്പമോ, പാടാൻ എളുപ്പമോ അല്ല. വന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ വന്നു നോക്കുമ്പോൾ, പ്രയാസങ്ങൾ വന്നു നോക്കുമ്പോൾ, ദുഃഖങ്ങൾ വന്നു നോക്കുമ്പോൾ ദൈവം എന്തിനാതിരുന്നറിയാമോ? കഷ്ടതയോടുകൂടി നീക്കുപോക്കും അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദൈവമാണ്. അപ്പൊ അവരോട് പറയാണ്, നിങ്ങളുടെ കഷ്ടത എനിക്ക് ശരിക്ക് അറിയാം. ഞങ്ങളുടെ ചർച്ചിലൊരു ആന്റി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ക്യാൻസർ രോഗിയായിരുന്നു. ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു. പ്രായം വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സമയം ഞാനും എൻ്റെ വൈഫുമാണ് പോയിരുന്ന് പ്രധാനം പറയും. കുറച്ച് തുണിയൊക്കെ അലക്കി കൊടുക്കും, വീട് ക്ലീൻ ചെയ്ത് കൊടുക്കും. അവരുടെ വീട് ചെറിയ വീടാണ്, അതെല്ലാം അടുക്കി ക്ലീൻ ചെയ്ത് തുടച്ച് ഒക്കെ ഇടും. കാരണം ഒരുപാട് പേര് കാണാൻ വരും. കാരണം മരണത്തോട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, മരിച്ചു പോകുമെന്ന് പറഞ്ഞു, ഇപ്പം പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നെ മോനെ പേരുള്ളൂ, കുഞ്ഞെ മോനെ നല്ല പേരെ വിളിക്കുക. എന്നോട് ചോദിച്ചു, കുഞ്ഞെ എന്നാലും എനിക്ക് എന്തിനാണ് ഇത്രയും കഷ്ടത? എനിക്കത് കേട്ട ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ കരയാൻ പറ്റത്തില്ല. കരഞ്ഞാൽ അമ്മച്ചി തളർന്നു പോകും. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിലേക്ക് ഒരു വാക്യമുണ്ട്. ആ വാക്യം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ആരാ? മോനും മോളുമാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എൻ്റെ വൈഫും ഞാനുമാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ അതിനേക്കാട്ടിലും ഒരാൾ അടുത്തുണ്ട്. അതിനെക്കാട്ടും അടുത്താണ് എൻ്റെ ഒരു മോളുണ്ട്, അവള് വരത്ത് പോലും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തല്ലേ എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 46 സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്തത്. ഞാൻ വന്നിരിക്കുന്നതിനെക്കാട്ടിലും, ഞങ്ങൾ വന്നിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും അടുത്താരാ? കർത്താവ്. അപ്പൊ കർത്താവ് വേണ്ട എന്ന് പറയുകയാണ് കഷ്ടത വേണ്ട എന്ന് പറഞ്ഞാൽ. കാരണം കർത്താവ് ഏറ്റവും അടുത്തിരിക്കാൻ പോവാണ്. നമ്മുടെ വേദനയിൽ യേശു കർത്താവ് നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ട് വരാൻ പോവാണ്. അപ്പൊ നമ്മളെന്താ പറയുന്നത്? നീ കഷ്ടതയൊന്നും വേണ്ട, എനിക്ക് പ്രയാസമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് ഏറ്റവും അടുത്തതായിട്ട് എനിക്ക് വേണ്ട. നിന്റെ പറയുന്നതല്ലേ. കഷ്ടത നമുക്കുണ്ട്, അത് ചോദിച്ച് മേടിക്കണ്ട, പക്ഷെ ഉണ്ട്. അതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പരിഭവിക്കണ്ട, പരിദേവനപ്പെടണ്ട. അത് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. കർത്താവ് പറയാണ്, ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നിന്റെ കഷ്ടത എനിക്കറിയാം. രണ്ടാമത് പറയാണ്, നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം.
നമ്മുടെ ദാരിദ്ര്യം ആരോടെങ്കിലും നമ്മൾ പറയും? നമ്മുടെ ഇല്ലായ്മ ആരോടെങ്കിലും നമ്മൾ പറയും? അഭിമാനമുള്ളവരാരും എന്ത് ചെയ്യില്ല, പറയാം. അഭിമാനമുള്ള ആരും പറയുന്നില്ല, ഇല്ലാത്തവർ പറയും. പ്രസംഗിക്കുമ്പോൾ പറയും, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പട്ടിണിയായിരുന്നു. അങ്ങനെ നമ്മുടെ ആൾക്കാരല്ല കേട്ടോ. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈവം നടത്തിയ വഴികൾ ജനത്തോട് പറയണം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിയ വഴികൾ ജനത്തോട് പറയണം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോടല്ലാതെ മറ്റു മനുഷ്യരോട് നമ്മൾ എന്ത് ചെയ്ത് പറയുന്നത്? ദാരിദ്ര്യം അറിയുന്ന ഒരൊറ്റ ഒരാളെ ആരാ? ദൈവം. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഇന്നത്തെ എടുക്കാനായിട്ട് പൈസ ഇല്ലാതെ എത്ര രംഗങ്ങൾ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എത്ര സന്ദർഭങ്ങളിൽ 10 രൂപ എടുക്കാനായിട്ടില്ലാത്ത എത്ര സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പോഴെന്റെ ഫ്രണ്ട്സ് ഭയങ്കര സമ്പന്നന്മാരായിട്ടുള്ളവരുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ എന്ത് സംഭവിക്കാം? രജി ബുദ്ധിമുട്ടുള്ള ആവശ്യമുണ്ടാവുകയും ഞാൻ തന്നേക്കാന്ന് പറയാം. പക്ഷെ ദരിദ്ര അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളപ്പോൾ ആ ദൈവം അല്ലാതെ മറ്റൊരാളെ നേരിട്ട് അറിയാം. നമ്മൾ മുട്ട മടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, വേദനപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചു നോക്കി, എത്ര അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. എത്ര വേദനകൾ കർത്താവ് നടത്തിയെന്നറിയാം. നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല, വിശ്വസിക്കുമോ? ഞങ്ങൾ മൈസൂരിൽ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പോയി. പ്രവർത്തനത്തിന് ഞങ്ങൾ കുശാൽ നഗർ ഏരിയയിലാണ്. ഞങ്ങൾ ഗ്രാമസുവിശേഷകരത്തിന് പോയിരിക്കുക. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറയാം, ಇವರು ಎಷ್ಟೋ ಹಣ ಅಮೇರಿಕದಿಂದ ತಗೊಂಡು ಬಂದು ಇಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾರೆ. ಗೊತ್ತಾಯ್ತಲ್ಲ? ಪ್ರವಚನ മനസ്സിലായി ഞാൻ പറഞ്ഞു. ഇവന്മാർ അമേരിക്കയിൽ പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാ? അന്ന് ആ സുവിശേഷന്റെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാഞ്ഞിട്ട് തലേ ദിവസത്തെ കഞ്ഞി രാവിലെ ഞങ്ങൾ അച്ചാറും കൂട്ടി കഴിച്ചിട്ടാണ് ഞങ്ങൾ വർക്കിന് പോയിരിക്കുന്നത്. ഞങ്ങളെ കുറിച്ച് ആളുകൾ പറഞ്ഞെന്താ, അമേരിക്കയിൽ ഇഷ്ടം പോലെ പൈസ കൊണ്ടുവന്നിട്ട് ഇവന്മാരെന്ത് ചെയ്യുക? സുവിശേഷം എത്തിക്കുക. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ്, ഞങ്ങൾ പ്രവർത്തനം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക് സഭയിലുള്ള സഹോദരന്മാര് ഞങ്ങൾക്കുള്ള ആഹാരങ്ങൾ ഉച്ചക്കത്തേക്ക് കൊണ്ടുവന്നു. ആ അദ്ദേഹത്തിന് വീട്ടിലൊന്നുമില്ല. ഒരാളോട് പോലും പറയണ്ട. ഞങ്ങൾ 4-5 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഒരാളോട് പറയാം, പട്ടിണി എടുക്കാൻ ആരും കർത്താവല്ലേ ഞങ്ങളെ വിളിച്ച് പട്ടിണി എടുക്കാന്ന് പറഞ്ഞു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്കിന് പോയി തിരിച്ചു വന്നപ്പോൾ സഭയിലുള്ള 3 സഹോദരന്മാരും ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ആഹാരം മുഴുവൻ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രവർത്തിക്കുന്നതാണ് ദൈവം. പക്ഷെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോടെ പറയാവൂ? ദൈവത്തോടെ പറയാവൂ. ദാരിദ്ര്യം അറിയുന്ന ഒരു ദൈവമാണ്. നമ്മളെ കുറിച്ച് ദൂഷണം പറഞ്ഞാലോ നമ്മളൊന്നും പറയാൻ പോകണ്ട. ഞങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്ന ദൂഷണം കേട്ട് കുറച്ചു നേരം ഇതിനു വേണ്ടി എഴുതാൻ വേണ്ടി ഇരിക്കുവാണല്ലോ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവർ ഇതിനു വേണ്ടി മാത്രം. ഒരിക്കൽ ജയരമാവോട് നിങ്ങളുടെ ഫ്രണ്ട്സാണ്, ജയരമാവോട് പറഞ്ഞു, റജീകൻ തോമസിന് 3 വീടുണ്ടെന്ന്. എനിക്ക് 3 വീടുണ്ട്. ജയരമാവ് എന്നെ വിളിച്ച് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാണ് ജയരമാവ്, തിരുവനന്തപുരത്തുള്ള നമ്മുടെ സൗകര്യങ്ങളാണ് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, റജിക്ക് 3 വീടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീട് തിരുവല്ലയിലെ ഫെലോഷിപ്പ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണോ? ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അവിടെ ഒരു വീടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ആധാരത്തിന്റെ കോപ്പി എനിക്ക് അയച്ചു തരാൻ ഗവർണറോട് പറയണമെന്ന്. എന്തെല്ലാം ദൂഷണങ്ങളാണ് നമ്മളോടെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞു കേൾക്കുന്നറിയോ? ഇത് കേട്ടാൽ സത്യം പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും. കാരണം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത എത്ര കഥകളാണ് നമ്മളെ കുറിച്ച് ഓരോരുത്തരും മെനയുന്നത്. സാരമില്ല കേട്ടോ, ഒന്നും സങ്കടപ്പെടണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാണ്. എല്ലാ തിന്മയും കളവായി നമ്മളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പറയാൻ ഒന്നും പോകണ്ട. ഞാൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. യോസഫ് തെറ്റുകാരനായി കഴിഞ്ഞപ്പോൾ, യോസഫിനെ അവരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചപ്പോൾ യോസഫ് എപ്പോഴെങ്കിലും പറഞ്ഞോ, അയ്യോ ഞാനല്ല പൊത്തിഫേറിന്റെ ഭാര്യയെ പിടിച്ചത്, പൊത്തിഫേറിന്റെ ഭാര്യ എന്നെ വന്ന് പിടിച്ചത്? പറഞ്ഞു? പറയത്തില്ലായിരുന്നു. പറയാൻ ഞാൻ തെറ്റുകാരനെ അല്ല, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല പറഞ്ഞു യോസഫ്. യോസഫ് നേരെ ഇവിടെ പോയി അവിടെ കിടന്ന് നടയടി പോലെ, ഇപ്പോഴത്തെ നടയടി ഉണ്ട്,
നടയടി കൂടി കിട്ടിക്കാണ് യോസഫ്. ഒരാളോട് പോലും പറഞ്ഞു. യോസഫ് ഒന്ന് റെക്കമെൻഡ് ചെയ്തു. ആരോട്? കൂടെ കിടന്ന പാനപാത്രവാഹനങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണം. ആ പുള്ളി മറന്നു, എല്ലാവരും മറന്നു. പക്ഷെ ദൈവം ഓർത്തപ്പോൾ, ദൈവം യോസഫിനെ ഓർത്തപ്പോൾ, ദൈവം യോസഫിനെ ഉയർത്തിയത് ഒരു പാനപാത്രവാഹകനായിട്ടല്ല, മിസ്രൈമിന്റെ ഏറ്റവും വലിയ അധിപതിയായി. നീ പറഞ്ഞല്ലാതെ ഈ മിസ്രൈമിൽ ഒരാളെ കയ്യോ കാലോ ഉയർത്തുകയില്ല എന്ന് പറയത്തക്കണം ഏറ്റവും വലിയ ദൈവകൃപയുടെ വ്യാപാരം യോസഫിന്റെ മേലുണ്ടായപ്പോൾ ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാതെ വണ്ണം അവൻ ഏറ്റവും അധികം ഉയർന്നു. ദൈവം ഒരാളെ ഉയർത്തിയാൽ ഒരാൾക്കും താഴെ എടുത്താൻ പറ്റില്ല. അതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി. നമ്മളെ കുറിച്ച് ദൂഷണം പറയുന്നവരെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? വെറുതെ സമയം കളയണ്ട. അവരെ ഓർത്ത് നമ്മളൊന്നും പറയാൻ പോകണ്ട. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം എന്ത് ചെയ്ത് അങ്ങ് പരികൽപ്പിച്ച് ദൈവം അവിടെ നിന്ന് ന്യായമായി കാര്യങ്ങൾ ചെയ്യും. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഒരു ഉപ്പാപ്പനുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ടൗണിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ, ഞങ്ങളുടെ ചച്ചോടിന്റെ കവല എന്ന് പറഞ്ഞാൽ ചെറിയൊരു കവലയാണ്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ പോകുമ്പോൾ ഞങ്ങളുടെ കവലയിൽ കൂടെ പോകുമ്പോൾ അവിടെയുള്ള ആളോട് പറയും, ഈ പോകുന്നവൻ എൻ്റെ പേനാമനല്ല പോകുന്നത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുള്ളി എഴുതി തന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കഞ്ഞി കുടിക്കുന്നത് അർത്ഥം. അപ്പൊ പറയാണ്, ഈ പോകുന്നവനുണ്ടല്ലോ, പോകുന്ന റജി ഉണ്ടല്ലോ, അവനെയൊക്കെ ഞാനാ സപ്പോർട്ട് ചെയ്തത്. ഞാൻ എഴുതിയ പേനാമനല്ല പുള്ളി പോകുന്നത്. ഞാനൊന്ന് എഴുതിയാൽ അവന്റെ കഞ്ഞിക്കൂടി എന്ത് ചെയ്യും, മുട്ടും. അപ്പൊ എല്ലാവരും ചോദിച്ചു, പുള്ളിയാണോ പേര് പറഞ്ഞില്ല, പുള്ളിയാണ് ആ സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ അർത്ഥം ഞങ്ങളെ പലപ്പോഴും സഹായിക്കാറുണ്ട്. എന്റെ വലിയ അനിയനാണ്, സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പോലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടില്ല. ദൈവസത്തിലാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. കാരണം എല്ലാം കേൾക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. കാലം 15 വർഷം മുമ്പോട്ട് നീങ്ങി, കേവലം 15 വർഷം മുമ്പോട്ട് നീങ്ങി. അവസാനം എന്റെ പേനാമോനിൽ ആ മനുഷ്യനെ ദൈവം കൊണ്ടു. ഞാനൊരു എടുത്തെഴുതിയാൽ അദ്ദേഹത്തിന്റെ കഞ്ഞികുടി മുട്ടുന്ന അവസ്ഥയിൽ ദൈവം കൊണ്ടുചെന്നാക്കി. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്നറിയാം, നമ്മളെ കുറിച്ച് ആളുകൾ എന്തെല്ലാം പരിഭവം പറഞ്ഞാലും, എന്തെല്ലാം കള്ളത്തരം പറഞ്ഞാലും, എന്തെല്ലാം ദൂഷണം പറഞ്ഞാലും നമ്മൾ അതിന് ഒരു കാരണം പോലും കൊണ്ട് പ്രതികരിക്കാൻ പോകണ്ട. കാരണം നമ്മളെ അറിയുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിൽ. കർത്താവ് പറയാണ്, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നുണ്ട്, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നുണ്ട്, നിനക്കെതിരെ പറയുന്ന ദൂഷണവും ആരറിയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ ഉണ്ണിക്കുഞ്ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം ആണോ? ഈ ആണോ? അവിടെ ചെല്ലുമ്പോ നമ്മളെ എന്ത് ചെയ്യും? ഈ അമർത്തി കുലുക്കി നല്ലൊരു അളവ് ദൈവം നമുക്ക് തിരിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യല? നമ്മൾ തിരിച്ചു പറയാൻ പോയാൽ തീർന്നു, സംഭവം തീർന്നു, കിട്ടത്തേ ഇല്ല. നമ്മൾ മിണ്ടണ്ട. നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ. ദാവീദ് പറഞ്ഞ പോലെ എന്നെ ശപിക്കാൻ യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുക. ആ സംഭവം അറിയാമല്ലോ. ശിമയി വന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എന്തെല്ലാം പറഞ്ഞു? എടാ നീച, നീ ദോഷിയാണ്, നീ ചെയ്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. ഇതെല്ലാം ശിമയി ദാവീദിനെ കുറിച്ച് പറഞ്ഞപ്പം സീരയുടെ പുത്രന്മാരെ പറഞ്ഞു, ഞാൻ പോയി അവനെ വെട്ടിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. രാജാക്കന്മാരോട് പറഞ്ഞ ദാവീദ് പറഞ്ഞു, നീ അവനെ വെട്ടിക്കൊല്ലുമെന്ന് വേണ്ട. അവൻ പറഞ്ഞോട്ടെ, എന്നെ ശപിക്കാൻ ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നീ വരുന്നതിന് ഇടയ്ക്ക് പോന്നെ. എന്തോ ഒരു കാഴ്ചപ്പാടാ ദാവീദിന്റെ അല്ലേ? നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ, നമുക്കെതിരെ പറയാൻ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. നമ്മൾ അവരോടൊന്നും പറയണ്ട. ന്യായമായി വിധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ സങ്കടം കർത്താവ് കണ്ടു, അവരുടെ ദാരിദ്ര്യം കർത്താവ് കണ്ടു, അവരുടെ വേദന കർത്താവ് കണ്ടു. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താ അറിയാമോ? അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാണ്. അടുത്ത വാക്യം 10-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ പറയുകയാണ് 10-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. 10-ാം വാക്യം, പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കണമെന്ന് വിശാൽ നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഒറ്റ കാര്യമോ, ബാക്കിയൊക്കെ ഞാൻ വിടുക. ഒരു കാര്യം എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് എന്ത്? ഫെയ്ത്ത്ഫുൾ. ഒരു ചിന്തകൻ പറഞ്ഞിങ്ങനെയാണ്, ഫെയ്ത്ത്ഫുൾനെസ് ഈസ് എ കോസ്റ്റ്ലി ക്യാരക്ടർ.
ഇറ്റ് വോണ്ട് അക്സെപ്റ്റ് ഫ്രം ചീപ്പ് പീപ്പിൾ. ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ചീപ്പ് ആളുകളിൽ നിന്ന് എന്ത് ചെയ്ത് പ്രതീക്ഷിക്കുന്നത്. ആ കൊട്ടേഷൻ എനിക്ക് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും ഓരോ കൊട്ടേഷൻസ് എൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇടും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ കൊട്ടേഷൻസ് ഒക്കെ പരിശോധിക്കും. എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കൊട്ടേഷനാണ്, ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഏറ്റവും ഉന്നതമായ ഒരു ക്യാരക്ടർ. ഇറ്റ് വോണ്ട് അക്സെപ്റ്റ് ഫ്രം ചീപ്പ് പീപ്പിൾ. നമ്മൾ വിശ്വസ്തരാകുക ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിലും ദൈവം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരാകും. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ആയുസിൽ എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ കൗൺസിലേഴ്സാണ്. ജിജോയോട് ഇരിപ്പുണ്ട്. ജിജോ ഒരു കൗൺസിലറാണ്, ഞാനൊരു കൗൺസിലറാണ്. ഞങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്ന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഒരാളോട് പോലും പറയാൻ. കാരണം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രശ്നങ്ങൾ. ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ പലപ്പോഴും ചോദിക്കാറുണ്ട്, അച്ഛാ എന്താ പറഞ്ഞത്? ആദ്യമൊക്കെ ഞാൻ ചെയ്തേക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിന്നോട് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല, നീ എന്നോട് ചോദിക്കരുത് എന്താ. അത് പിന്നെ അവൾ ചോദിക്കാറില്ല. സംസാരിച്ചോ? സക്സസ് ആയിരുന്നോ? സക്സസ് ആയിരുന്നു. ഓക്കെ, ഞാൻ പറയത്തില്ല. ഡിസ്ക്ലോസ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളെ വിശ്വസിച്ച ഒരാളൊരു കാര്യം പറയുക, പറയരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? ആയുസിൽ പറയരുത്. വിശ്വസ്തത ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഒരാളോട് നമ്മൾ പറഞ്ഞാൽ ആ ആരോട് പറയും? എന്നിട്ട് പറയുന്നുണ്ടോ? ആരോട് പറയരുത്, ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞു. അടുത്ത ആളോട് എന്ത് പറയും? ഞാൻ നിന്നോടേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞത്. എല്ലാവരും അറിഞ്ഞു. പാവം പിടിച്ച മനുഷ്യൻ പിടിച്ചിരിക്കാൻ ആരും അറിഞ്ഞില്ലെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത്. യാക്കോബ് എന്താ പറഞ്ഞു? വായിച്ചത് യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം ലാസ്റ്റ് വാക്യം, ജെയിംസ് ചാപ്റ്റർ 5:19 and 20. എന്താ അവിടെ പറയുന്നത്? യാക്കോബ് ദൈവത്തിന്റെ വലിയൊരു ദൂത് നമ്മളോട് പറയാണ്. വിശ്വസ്തതയുടെ രഹസ്യങ്ങളുടെ കലവറയുടെ വിശ്വസ്തതയുടെ കാര്യം പറയാണ്. യാക്കോബ് 5-ാം അധ്യായം 19-20 വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും, അടുത്ത പദമാണ് വളരെ ഇമ്പോർട്ടന്റ്, പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും. പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കും. ഇതൊരു ദൈവത്തിന്റെ മിനിസ്ട്രിയാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു മിനിസ്ട്രിയാണ്. കാരണം രഹസ്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു, അത് ഞാൻ പാപങ്ങളുടെ ബഹുത്വം എന്ത് ചെയ്യുക? മറയ്ക്കുക. ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ തന്നെ ഞാനൊരു വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഉണ്ണിച്ചാൻ അറിയാം ഞാൻ പോകുന്ന വീടൊക്കെ. പക്ഷെ ഒരു കൗൺസിലിംഗ് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കത്തില്ല. ഞാനോട്ട് പറഞ്ഞില്ല, ഞാനോട്ട് പറഞ്ഞില്ല, അത് പറയത്തില്ല. അത് ആ വീടായാലും ഏത് വീടായാലും ആരായാലും ഏതൊരാളായാലും ചില ആളുകൾ പിറ്റേ ദിവസം വന്ന് പറയും, ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സഭയിലുള്ള. ഇനി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? അത് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ പെർമിഷൻ എടുക്കുന്നു. പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവരുടെ റിട്ടേൺ പെർമിഷൻ എടുക്കുന്നു. പേര് പറയാതെ, സ്ഥലം പറയാതെ, ആളിനെ പറയാതെ, പറയാൻ പെർമിഷൻ തന്നാൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അവരുടെ പെർമിഷൻ തന്നാൽ. അപ്പൊ നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് നമ്മുടെ സംഭാഷണത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് പണപരമായ കാര്യങ്ങൾ. പണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വിശ്വസ്തരായിരിക്കണം. കാരണം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു പണം അത് മറ്റൊരാൾക്ക് കൈമാറാൻ തന്നാൽ അത് കൃത്യമായിട്ട് കൈമാറണം. അതിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. അത് കൃത്യമായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സാരമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മറിച്ചാലോ, ഒരു മറിക്കും പാടില്ല. സാരമില്ല, ഇത് അങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം ഇങ്ങോട്ട് ഇട്ടോന്നോ, അത് പാടില്ല. വിശ്വസ്തത എന്ന് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുകയാണ്. അതിൽ ഇല്ലാതവണ്ണം ഉണ്ടാകും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കോളേജിലെ ഒരു അധ്യാപകൻ. അതായത് നമ്മുടെ ബ്രദർകാരനല്ല, ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ ഒരു വ്യക്തിയാണ്. അതായത് മണ്ണുത്തിലെ ഒരു പ്രൊഫസറാണ്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ പക്ഷേ അറിയാം. അദ്ദേഹത്തെ വിളിക്കുന്നത് കവർ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. കവർ പാസ്റ്റർ എന്നാണ്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം കാർഷിക കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം ശമ്പളം കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ, ഓരോ കവറിനകത്ത് ദശാംശം മാറ്റി വെക്കും. സ്തോത്രകാഴ്ചയിലുള്ള രൂപ ഇത്ര, ദേവദാസന്മാർക്ക് കൊടുക്കാനുള്ള ഇത്ര, ചെലവിനുള്ള കാശ് ഇത്ര, ഇതെല്ലാം മാറ്റി മാറ്റി വെക്കും. അപ്പൊ അദ്ദേഹത്തെ പിള്ളേരെല്ലാം സഭയിലുള്ളവരെല്ലാം വിളിക്കുന്ന കവർ ഉദ്ദേശിക്കുന്ന വിളിക്കും. അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭാര്യ എന്ത് ചെയ്യുന്നറിയാം, പറയും അച്ഛാ ആ സ്തോത്രകാഴ്ചക്ക് വെച്ചിരാന്ന് ഒന്നെടുത്ത് ചെലവില് മാറ്റിയിട്ട് അടുത്ത ആഴ്ച അഡ്ജസ്റ്റ് ചെയ്താലോ. ബ്രദറുകാരനല്ല, ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ പോകുന്നതാണ്, ക്രിസ്തു സഭയുടെ ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് പല ശുശ്രൂഷകളും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞോട്ടെ, പേരൊക്കെ പറഞ്ഞോട്ടെ, പേരോട് പറഞ്ഞു, പേര് പറയുന്നുള്ളൂ, ഇത് പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാം. ഖാമർ പാസ്റ്റർ, പുള്ളി ഒരു വിശ്വാസിയാണ്, പാസ്റ്റർ ഒന്നും അല്ല, പുള്ളി ഒരു പ്രൊഫസറാണ്. ആ കാശ് മാറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളെ സംബന്ധിച്ച് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ അവളെ വെക്കുന്നല്ലേ, പുള്ളി ചെയ്യൂല. പുള്ളി പറയുന്നത് സ്തോത്രകാഴ്ചക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, അതിനല്ലാതെ വേറെ. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, വിശ്വസ്തരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്, നിലനിന്നു പോകുന്നത്. നമ്മൾ ചിലർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് അടുത്ത തലമുറ എന്ത് ചെയ്തത്, നന്നായിട്ട് പോകുന്നത്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കുടുംബ പ്രാർത്ഥന ഇന്ന സമയത്ത് നടത്തണമെന്ന് നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അടുത്ത തലമുറ നന്നായിട്ട് പോകുന്നത്. അല്ലെങ്കിലോ എവിടെത്തും? നമ്മൾ തിരിഞ്ഞിരിക്കും. നമ്മുടെ അപ്പന്മാരും അമ്മമാരും വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര ആത്മീയരായ ആ മാലിയോ അല്ലേ? നമ്മളെത്രത്തോളം സ്ട്രിക്റ്റ് നമ്മുടെ മക്കളോട് നമുക്ക് അത്രയില്ല, സാരമില്ല, കുഴപ്പമില്ല. നോ, വി ഹാവ് ടു ബി ഡു ദാറ്റ്. വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനി അടുത്ത സഭയിലേക്ക് നമുക്ക് വരാം. 20-ാമത്തെ വാക്യം വായിക്കാം. 2-ാം അധ്യായം 2-ാം അധ്യായം തുയത്തയിലെ സഭയെ കുറിച്ച് പറയുന്ന കാര്യം. പെർഗമോസിലേക്ക് പോയില്ലല്ലോ, പെർഗമോസിലേക്ക് പോകാം. 2-ാം അധ്യായം 12-ാം വാക്യം. 2-ാം അധ്യായം 12-ാം വാക്യം. ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ് തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളണമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഈ പെർഗമോസ് കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 314 മുതൽ 590 വരെയുള്ള കാലഘട്ടമാണ് ഈ പെർഗമോസ് കാലഘട്ടം. എന്ന് പറഞ്ഞാൽ ഈ പെർഗമോസ് കാലഘട്ടത്തിൽ ഒരുപാട് ദുരുപദേശങ്ങൾ സഭയിലേക്ക് വരാൻ തുടങ്ങിയ കാലഘട്ടം. നിക്കോലാവിയുടെ മതം, ബിലയാമിന്റെ ഉപദേശം ഒക്കെ കടന്നു വരാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഈ പെർഗമോസിലെ സഭയുടെ കാലഘട്ടം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുവിനെ അവതരിപ്പിച്ചത് എങ്ങനെയാണ് നോക്കി. 12-ാം വാക്യം, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള. എന്താണ് അവിടെ ആ സഭയിൽ അത് പറയാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ഓരോ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ സഭയുടെ സ്പിരിച്വൽ സിറ്റുവേഷൻ അനുസരിച്ചാണ്, അവരുടെ ആത്മീയ സ്ഥിതി അനുസരിച്ചാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരുവായത്തിലുള്ള വാൾ. എന്താ ഇരുവായത്തിലുള്ള വാളിന്റെ പ്രത്യേകത? പറഞ്ഞിട്ട് പോകും. എല്ലായിടവും മുറിയും. നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു നോർമൽ അർത്ഥത്തെക്കാൾ വലിയൊരു അർത്ഥം അതിനകത്തുണ്ട്. കേൾക്കുന്നവർക്കും പറയുന്നവർക്കും പ്രയോജനമാണ്. അതിനെ രണ്ടും വിട്ടും. ഇനി ആ വാക്യം ശ്രദ്ധിച്ചെന്ന് വായിക്കാം. ആ പദമാണ് ദൈവവചനത്തെ ഇരുവായത്തിലുള്ള വാളായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ? എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുണ്ട്. ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതേ മൂർച്ചയുള്ള വാൾ ആരുടെ കയ്യിലുണ്ട്? ആരുടെയുണ്ട്? എന്താ ഇരുവായത്തിലുള്ള വാളിന്റെ മൂർച്ചയുടെ പ്രത്യേകത? നിങ്ങൾ മലപ്പുറം കത്തി കണ്ടിട്ടുണ്ടോ? മലപ്പുറം കത്തി കണ്ടു. ഈ മലപ്പുറം കത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇതിനു വേണ്ടിയുള്ളതാണ്, ഇറച്ചി വെട്ടാൻ വേണ്ടിയാണ് പ്രധാനം ഉപയോഗിക്കുന്നതാണ് പറയപ്പെടുന്നത്. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു. അത് ഈ രാഗാനായിട്ട് സാധനമുണ്ട്. അത് രാഗുന്നത് ഭയങ്കര സ്പീഡിലാണ്.
രണ്ട് സൈഡില്ല. അതുകൊണ്ട് എന്താ അറിയാമോ, ഈ ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇറച്ചി കാണാൻ തൂക്കിയിടുമ്പോ അതിനെ ഇങ്ങനെ അറക്കുമ്പോൾ തന്നെ മേളിലോട്ട് ഇറക്കൂടാ, താഴോട്ട് ഇറക്കുമ്പോൾ തന്നെ സൈഡിലൂടെ ഇറക്കും, മേലോട്ട് ഇറക്കും. കാരണം ഒരേ സൈഡ് മാത്രമല്ല അതിന്റെ മൂർച്ച, മുകളത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, തനിക്ക് ഇഷ്ടമുള്ള പോലെ അവന്റെ മനസ്സിൽ എങ്ങനെയാണോ അതിരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യാം. ഈ വചനം അങ്ങനെ വിനിയോഗിക്കാം. പക്ഷെ എന്ത് കിട്ടും? പേടിച്ചു നിൽക്കും. കാരണം എന്താണെന്നറിയാം, യാക്കോബ് 3:1 പറയുന്നത് എന്താണെന്നറിയാം, അധികം അടി കിട്ടുമെന്നാണ്. ശിഷ്യാവധി അധികമാകൊണ്ട് അധികം പേര് ഉപദേഷ്ടാക്കന്മാര് ആകരുതെന്ന്. കാരണം ഇത് ഭയങ്കര വിറയലോട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഇത് എളുപ്പമുള്ള ശുശ്രൂഷയല്ല. നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരാളായിരുന്നു എം ശങ്കരാപ്പച്ചൻ. ഞാൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനാണ് ഈ പ്രസംഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് സ്റ്റേജിൽ. കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പം കുമ്പനാട് കൺവെൻഷന്റെ പ്രസംഗത്തിൽ സ്റ്റേജിൽ വെള്ളം കൊടുക്കാനും അവിടെ പ്രസംഗത്തിന് വരുന്ന ശുശ്രൂഷകന്മാരുടെ പഴയ വസ്ത്രങ്ങളൊക്കെ സൂക്ഷിക്കുകയും തേച്ചു കൊടുക്കുകയും ഇതെല്ലാം ചെയ്ത ശുശ്രൂഷ കുമ്പനാട് ബൈബിൾ സ്കൂളിലുള്ള ആളുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഭയങ്കര ബഹുമാനമുള്ളൊരു ഭക്തനായ മനുഷ്യനായിരുന്നു എൻ്റെ ചെറുകാലത്തിൽ എം ശങ്കരാപ്പച്ചൻ. കാരണം വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ റാന്നി ക്രൂസൈഡ് എന്ന് പറഞ്ഞൊരു ക്രൂസൈഡ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാം, റാന്നി ഒരു ക്രൂസൈഡ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ബസ്സിൽ കയറി ആ റാന്നി ക്രൂസൈഡിൽ പോയി ഇന്നും ഓർക്കുന്ന പ്രസംഗം. അപ്പൊ എൻ്റെ കുഞ്ഞു ചെറുപ്പത്തില് എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രതിഷ്ഠിച്ച ഒരു മനുഷ്യനാണ് ഈ എം ശങ്കരാപ്പച്ചൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഇത് ഉടുപ്പ് തേക്കാനും മുണ്ട് തേക്കാനും ഒക്കെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ അന്നത്തെ കാലത്ത് എത്രയോ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ടാണ് നല്ല വടിവത്തുള്ള തേച്ചൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അപ്പച്ചൻ ഈ മെസ്സേജിന് മുമ്പ് അതുവഴി ആ വരാന്തയെ കൂടെ ബൈബിൾ സ്കൂളിന്റെ പഴയ ബൈബിൾ സ്കൂളിന്റെ വരാന്തയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ ബൈബിൾ സ്കൂളിന്റെ വരാൻ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ പ്രസംഗത്തിന് മുമ്പ് അങ്ങോട്ട് നടക്കുക, ഓട്ടമാ നടക്കുക, നെഞ്ചു തിരുമ്പും. അപ്പച്ചൻ എന്തൊരു അസുഖമാണ്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, അപ്പച്ചൻ എന്തിനാണ് ഇങ്ങനെ നെഞ്ച് തിരുമുന്ന ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നത്? മോനെ, ഞാൻ പ്രസംഗിക്കാൻ പോവാ, അടുത്ത പ്രസംഗം എനിക്ക് അതിന് മുമ്പുള്ള വെപ്രാളമാണ് ഞാൻ ഈ കാണിച്ചത്. പക്ഷെ എനിക്ക് പിടികിട്ടില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓരോ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പം, ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പം അതിന്റെ സ്ട്രെയിൻ എത്രമാത്രമാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം എന്നറിയാം, ഇത് അങ്ങോട്ടും വെട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ആ മൂർച്ചയുള്ള വാള് കൈവശമാക്കിയ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ നമുക്ക് എന്ത് ചെയ്യണം. അടുത്ത പദം പറയാം, നിങ്ങൾ ഇരിക്കുന്ന എവിടെ? നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിന്റെ 3 പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സോറി, 2 പ്രത്യേകത. എന്തൊക്കെയാണ്? 13-ാം വാക്യം. 1 സാത്താന്റെ സിംഹാസനമാണ്. 2 സാത്താൻ പാർക്കുന്നിടത്ത്. അവിടെ അത് തന്നെയാണ്, ഇവിടെയും അത് തന്നെയാണ്. സാത്താന്റെ സിംഹാസനം ഇവിടെ ഉണ്ടോ? ഉണ്ടോന്നോ? ഇച്ചിരി മേലോട്ട് പോയാൽ 2.5 കിലോമീറ്റർ പോയാൽ മതി. നിങ്ങൾക്ക് 2.5 കിലോമീറ്റർ പോകണമല്ലോ. ഞങ്ങൾക്ക് 2.5 കിലോമീറ്റർ. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താ സിംഹാസനം ഇരിക്കുന്നത്. ഞങ്ങളുടെ അവിടങ്ങളിലെല്ലാം എന്താണെന്നറിയാമോ, ഓരോ വീട്ടിലും ഭവന പ്രതിഷ്ഠയുണ്ട്. നമുക്ക് പ്രതിനിധികാരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യല്ല, ഇതിന്റെ ശക്തിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം. ഞാൻ ഇച്ചിലൂടെ പറയാൻ പോകും. നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിൽ ഞാൻ ആ സത്യം പറയാൻ പോകും. ഈ സാത്താന്റെ സിംഹാസനം ഉള്ളതെന്ന് പറഞ്ഞാൽ സാത്താൻ പാർക്കുന്നിടമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ കർണാടകത്തിൽ ഒരു വീട്ടിൽ ഒരു ഗ്രാമത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോയിരിക്കുക. ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക, ഭൂതം ബാധിച്ചുകൊണ്ടിരിക്കുക, ഉറഞ്ഞു തുള്ളുക. ഞങ്ങൾ 5 സഹോദരന്മാരുണ്ട്. 4 കന്നഡ സഹോദരന്മാരും ഞാൻ മാത്രം മലയാളിയായിരുന്നു. ഒരാൾ ഹാഫ് മലയാളിയാണ്, അവിടെ ജനിച്ചു വളർന്നത്. അപ്പൊ പുള്ളിക്ക് മലയാളം അറിയാം, ഹാഫ് മലയാളി. പക്ഷെ ഞങ്ങളിങ്ങനെ പോയി ഇത് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 2-3 പേരെ കണ്ടിട്ട് പറഞ്ഞു, ഇവരെ മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ 2-3 പേരെ കണ്ടു, ഇവരെ എത്രയും പെട്ടെന്ന് മാറ്റണം, ഇവരിവിടെ നിൽക്കാൻ പോകണം.
അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ഗ്രാമത്തിൽ സുവിശേഷം പറയാനാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടേ പോകും. അപ്പൊ ഈ പിശാച് കയറിയ ആ പെൺകുട്ടി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയണം, വസ്കോട്ട എന്ന് പറയുന്നതാണ്, ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയാണ്, ഈ മൂറ് ഇല്ലെന്ന് ഓകവേക്കെന്ന് ഉറക്കെ കന്നഡയും പറയാം. മൂന്ന് പേരെ മാറ്റണം എന്നാ പറയാം. ഒടുവിൽ ജനങ്ങളന്ന് കൂടി. ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളവിടെ നിന്നാൽ ആകപ്പാടെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങളങ്ങ് പോയേക്കാം. ഞങ്ങൾ 3 പേര് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാനും ഹാഫ് മലയാളിയും വേറെ സഹോദരൻ, ഞങ്ങൾ 3 പേരും മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഇവൾ സർവ്വ വ്യാപകത്തിൽപ്പെട്ടു. ഇവളങ്ങ് ഉറഞ്ഞു തുള്ളി, പ്രശ്നമായി, എല്ലാവരും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി, ആകെപ്പാടെ പ്രശ്നം. ഉടനെ അവിടെ ഉള്ളവർ പറഞ്ഞു പാസ്റ്റർമാരെ വിളിക്കുക, പ്രാർത്ഥിക്കണം. ഒരു 10-100 പേരങ്ങ് അവിടെ ആ ഗ്രാമം മുഴുവൻ അവിടെ വന്നു. അപ്പൊ ആ ഗ്രാമം മുഴുവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കാണാൻ വേണ്ടി ആളുകളായി. കാരണം കുറച്ചൊരു കാണാൻ വന്നു, ഒരു സംഭവം നടക്കുന്നത് കാണാൻ വന്നു, ആകെപ്പാടെ പ്രശ്നം. ഇവിടെ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, കൈ കോർത്ത് പിടിച്ച് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കും. ഞങ്ങൾ 5 പേരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ശരിക്കും ഞങ്ങളുടെ സേവകളിലൂടെ ഒഴുകുന്നത് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമാകും. ഞങ്ങൾ ഈ 5 പേരും ശരിക്കും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കാരണം ഇവർക്ക് മനസ്സിലാകാൻ പാടില്ല. മലയാളത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി സ്ഥിരാന്തരങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഞങ്ങളുടെ നേരെ തിരിഞ്ഞു, പ്രത്യേകിച്ച് എന്റെ നേരെ തിരിഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു, ചോദിച്ചു, കന്നഡ ചോദിച്ചു, ഭോക്തിരാ നീ പോകുമെന്ന് ചോദിച്ചു. പോകത്തില്ലെന്നോ? വീണ്ടും ഞാൻ ചോദിച്ചു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ പോകുമെന്ന് ചോദിച്ചു. പോകത്തില്ലെന്നോ? അവളങ്ങ് ഭീകരമായ രീതിയിൽ കാണിക്കുക. അവിടെ ഞാൻ പറഞ്ഞു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയേ പറ്റൂ. അവിടെ നീ പോകാം. കുറെ നേരത്തെ പ്രകടനങ്ങളുണ്ട്, കുറെ സ്റ്റോറി ഉണ്ട്, സമ്മറൈസ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോകാം. പക്ഷെ ഞാൻ പറഞ്ഞു, പോകുന്നതിന് ഒരു തെളിവ് ഞാൻ തരണം, നീ പോയതിനുള്ള തെളിവ് തരണം. ഞാൻ പറഞ്ഞു, അവിടെ ഒരു ബദാം നിൽപ്പുണ്ട്, ബദാമും മറ്റേ ഈ വേറൊരു മരങ്ങളുണ്ട്. 2 മരത്തിൽ ഏറ്റവും സ്ട്രോങ് ബദാമാണ്. അപ്പൊ നമ്മുടെ ഈ ദേഹത്തൊക്കെ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഇടുന്നൊരു ഒരു വേപ്പ് മരം അവിടെ നിൽപ്പുണ്ട്. അത് ചെറിയ മരമാണ്. അപ്പം സോറി, അത് വലിയ മരവും, അത് ഞാൻ ഓർക്കുന്നില്ല ഏത് വലുതാന്ന് ഓർക്കുന്നില്ല. ഒരു സ്ട്രോങ് മരം അവിടെ നിൽക്കുന്നത് ബദാമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ബദാമിന്റെ ഒരു കമ്പ് അവിടെ ഒടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാം, ഇവള് ഭീകരമായ സിറ്റുവേഷൻ വന്നപ്പോൾ ആ ബദാമിന്റെ ഒരു കമ്പല്ല, ബദാമിന്റെ പകുതി കമ്പ്, ആ പകുതി മരം അവിടെ ഒടിച്ചിട്ട് ഞങ്ങൾ 5 പേരും കൈകോർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ കൈ വിട്ടിട്ടില്ല, ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൂ, ബാക്കി 4 പേരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഗ്രാമം മുഴുവനും അതിശയിച്ചു. അവരെല്ലാവരോടും പ്യൂറായ ഗോസ്പൽ അന്ന് പകലിൽ ഞങ്ങൾ സംസാരിച്ചു. നമ്മൾ എവിടെ പാർക്കുന്നത്? ഇത് നമ്മളൊരു ബ്രദറൻ കോൺഫറൻസിൽ വന്ന് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം, പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളോട് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച ഒരു കാര്യമാണ്. കാരണം സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത്, സാത്താൻ പാർക്കുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ಯಾಕೆ ಬಂದಿದ್ದಾರೆ, എന്തിനാ വന്നു ചോദിച്ചു. ഞാൻ ദൈവത്തിന്റെ വാക്കുകളിലേക്ക് ಬಂದಿದ್ದಾರೆ, ദൈവത്തിന്റെ വചനം പറയാൻ വന്നിരിക്കുന്നു. ഉടനെ പുള്ളിക്കാരി ചോദിക്കുക, നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഉണ്ണിയേശുവാണ്, ഈ കപ്പേളക്കകത്തിരിക്കുന്ന ഇവിടെ ഉണ്ടല്ലോ, കപ്പേളക്കകത്തിരിക്കുന്ന ഉണ്ണിയേശുവാണ്. നിങ്ങളുടെ ദൈവം ഇങ്ങനെയുള്ള ദൈവം? ഞങ്ങളുടെ ദൈവം എന്നല്ല, ഞങ്ങളുടെ ദൈവത്തിന്റെ നാക്കെന്ന് പറഞ്ഞാൽ നാക്കാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറഞ്ഞാൽ 12 കൈയാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂക്കാണ്, തലയെന്ന് പറഞ്ഞാൽ ഭയങ്കര തലയാണ്. 12 കൈയുണ്ട്. അതിനകത്ത് ഓരോന്നിനകത്ത് ഞങ്ങളുടെ ദൈവത്തിന്റെ കയ്യിൽ എന്തുണ്ടെന്നറിയാം? വാളുണ്ട്. നിങ്ങളുടെ ദൈവം എങ്ങനെയല്ല, ഉണ്ണിയേശു, പാവം മറിയയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു. അപ്പൊ ഞാൻ ആ അജിയോട് പറഞ്ഞു, അമ്മാ തെറ്റായി പോയി, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് തെറ്റാണ്. ഞങ്ങളുടെ ദൈവം എന്തറിയാമോ? നിങ്ങളുടെ ദൈവത്തെക്കാളും വലിയ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. ഞങ്ങളുടെ ദൈവം കാല് വെക്കുന്നത് ഭൂമിയിലാണ്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി ദൈവത്തിന്റെ പാതകളുമാണ്. അത്ര വലിയ ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. സ്തോത്രം.
നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിപ്പവും ആ തേജസ്സും ആ മഹത്വവും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പിശാചിന്റെ ചെറിയ ചെറിയ തന്ത്രങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ മേൽ ധാരാളമായി വരുമ്പോൾ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നില്ലെങ്കിൽ സാത്താൻ പാർക്കുന്നിടത്ത്, സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ തൊടാൻ പറ്റുമോ? ഇല്ല. കാരണം വായിക്കും. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. സാത്താൻ പറഞ്ഞ വാചകമാണ് വായിക്കാൻ പോകുന്നത്. ദൈവം പറഞ്ഞതല്ല, സാത്താൻ പറഞ്ഞ വാചകം. അവിടെ ഒരു പദപ്രയോഗം നല്ല രസമാണ്. അതെ, അതേ പദം. പക്ഷെ അവിടെ കൊടുത്തേക്ക് വായിക്കുമ്പോൾ അല്പം കൂടെ രസകരമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 10-ാം വാക്യം. ജോബ് 1:10. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും ഈ വേലി കെട്ടി എന്നുള്ളത് ഒരു പഴയ മലയാളം. നമ്മുടെ വല്യപ്പന്മാര് വീടിന് വേലി കെട്ടുമായിരുന്നു. എന്തിനാ? മതിലല്ല. ഈ വേലി എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒരു മൃഗവും എത്തിയില്ല, അത് കയറ അത്രയ്ക്ക് സുരക്ഷിതമായ വേലി. അപ്പൊ നമ്മൾ മതിൽ തന്നെ ചിന്തിച്ചു, മതിലിൽ തന്നെ ഈ മോഡേൺ ചിന്തിച്ചു, എന്തെങ്കിലും കയറുമോ? ഇല്ല. ആര് പറഞ്ഞ വാചകം? സാത്താൻ പറഞ്ഞ. നീ അവന് വേലി കെട്ടിട്ടില്ലേ? നീ അവന് വേലിയിട്ട്. അവന് മാത്രമല്ല, അവന്റെ വീടിനും സർവ്വത്തിനും വേലിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നശിക്കാതിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലാണ് നമ്മൾ. അല്ലെങ്കിൽ പിശാച് പാർക്കുന്നിടത്ത്, സാത്താന്റെ സിംഹാസനത്തിനടുത്ത് ജീവിക്കാൻ പറ്റുമോ? എഴുന്നേറ്റ ഉടനെ കേൾക്കുന്നത് എന്താണെന്നറിയാം? ഞങ്ങളുടെ വീട്ടിൽ എഴുന്നേറ്റ ഉടനെ കേൾക്കുന്നത് നാമജപിക്കുന്നതാണ് കേൾക്കുന്നത്. രാവിലെ ഉച്ചയ്ക്ക് പറയിട്ട് വന്നാ. കാരണം 24 മണിക്കൂർ ഞാൻ ഇതിൽ പറഞ്ഞില്ലേ, ഇതേ സ്വരം കേട്ടോണ്ടിരിക്കുക. കാരണം അന്ധകാരം മുഴുവനും മൂടിയിരിക്കുകയാണ്. ബൈബിൾ വായിക്കുന്ന പോലെ അന്ധകാരം ഭൂമിയെയും ഊരിട്ട് ജാതികളെ മൂടിയ സിറ്റുവേഷനിലാണ്. അപ്പൊ അവർ പാർക്കുന്നത് അവിടെയാണ്. അങ്ങനെയുള്ള സാത്താന്റെ സിംഹാസനം നമ്മളോടത്ത് ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ? എത്ര പോകുന്ന ഒരു ദിവസം എന്താ പോരെന്നറിയാം. പക്ഷെ ദൈവത്തിന്റെ ആർദ്രമായ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. നമ്മൾ ദൈവത്തെ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവവചനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതൊന്നിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ പറ്റത്തില്ല. തൊടുവോ? ഇല്ല, തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പാട്ടാൻ പാടിയതുപോലെ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. നമ്മളെ ദൈവത്തിന്റെ ആർദ്രമായ ദയാലാണ് നമ്മളെ നടത്തിയത്. അതുകൊണ്ട് സ്തോത്രം ചെയ്യണം. എന്നിട്ട് പറയാണ്, അവിടെ മനുഷ്യനെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്? അവിടെ അതോട് പറഞ്ഞ അന്തിപ്പാസിനെ കൊന്ന കാലത്തോളം നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചു. ആരെ കൊന്നെന്നാ പറയുന്നത്? അന്തിപ്പാസ്. അവരുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? സ്ട്രോങ് ഫെയ്ത്ത്. അവിടെ മലയാളത്തിൽ അതില്ല, ഇംഗ്ലീഷിലും അതില്ല. പക്ഷെ അവിടെ കാണാം ആ വിശ്വാസം ഉണ്ട്. സ്ട്രോങ് ഫെയ്ത്ത്, മുറുകെ പിടിച്ചു. സ്ട്രോങ് ഫെയ്ത്ത്, മുറുകെ പിടിച്ച വിശ്വാസം. എങ്ങനെ അന്തിപ്പാസിനെ കൊന്നെന്നറിയാം? അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. അന്തിപ്പാസിനെ കൊന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ഇരുമ്പ് ഗോളമുണ്ട്. ഈ അന്തിപ്പാസ് എന്ന് പറഞ്ഞ ആളാരെന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ പ്രശ്നമാകും. ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന അവിടുത്തെ സഭയുടെ എൽഡറായിരുന്നു. പെർഗമോ സഭയുടെ എൽഡറായിരുന്നു അന്തിപ്പാസ്. ഒരുപാട് വിശ്വാസികൾ അവിടെ വന്നിരിക്കുക. അവരോടെല്ലാവരോടും റോമൻ ഭരണാധികാരി ചോദിച്ചു, യേശുവിനെ തള്ളി പറയുന്നു? അവർ പറയുന്നു, ഞങ്ങൾ ആരും തള്ളി. വിശ്വാസികളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ യേശുവിനെ തള്ളി പറയുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇവരുടെ നേതാവിനെ പിടിച്ചാൽ എന്ത് ചെയ്യും? ഇവന്മാരെന്ത് ചെയ്യും? താഴെ. അതുകൊണ്ട് അന്തിപ്പാസിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. അന്തിപ്പാസിനെ കൊണ്ടുവന്നിട്ട് വലിയ ഇരുമ്പ് ഗോളം ഉണ്ടാക്കി. ഒരു മനുഷ്യനെ കിടത്തത്തക്കൊണ്ടുള്ള ഇരുമ്പ് ഗോളം ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് ഗോളത്തിന് ചെറിയൊരു വാതിലുണ്ടായിരുന്നു. അതിനകത്തേക്ക് അന്തിപ്പാസിനെ ഇട്ടു. എന്നിട്ട് അത്യുഷ്ണമായ തീച്ചൂളയിലേക്ക് ഈ ഇരുമ്പ് ഗോളം ഇട്ടു. അന്തിപ്പാസിനെ കൊല്ലുന്നത് മുഴുവനും ആ വിശ്വാസികൾ ഓരോന്ന് നോക്കി സഭാചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന
ചർച്ചിൽ എഴുതിയിരിക്കുന്നതാണ്. അന്തിപ്പാസിനെ അതേ കിട്ടിയിട്ട് ആ തീച്ചൂളയിലേക്ക് ആ ഇരുമ്പ് ഗോളം എടുത്തിട്ടുമ്പോൾ ഇരുമ്പ് ചൂടായാലുള്ള അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയേ. അന്തിപ്പാസിന്റെ അസ്ഥികൾ പോലും കിട്ടി, അസ്ഥി പോലും കിട്ടിയില്ലെന്നാണ് ആ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത്. ആ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം എന്ത് ചെയ്തില്ല, നിഷേധിച്ചില്ല. കാരണം അവരിയ്ക്കുന്ന എവിടെ? സാത്താന്റെ സിംഹാസനമുള്ളത്. അവരിയ്ക്കുന്ന എവിടെ? സാത്താൻ പാർക്കുന്നെടുത്ത. ആ സിറ്റുവേഷനിലും അവരുടെ വിശ്വാസത്തെ അവർ സൂക്ഷിച്ചു. ആരുള്ള വിശ്വാസം? കർത്താവിന്റെ വിശ്വാസം. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എന്നിലുള്ള വിശ്വാസം എന്നാണ് പറയുന്നത്. നിങ്ങൾ നിഷേധിച്ചില്ല. ആ നിഷേധിക്കാവുന്ന എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്തിപ്പാസിനെ കൊന്ന സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെങ്കിലും പുറകോട്ട് പോകാമായിരുന്നു. പക്ഷെ അവർ ചിന്തിച്ചത്, ഞങ്ങളുടെ ചർച്ചിന്റെ എൽഡർ പോയാലും ദൈവദാസൻ മരിച്ചാലും ഞങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല, ഒരു ചുവട് പോലും ഞാൻ പിന്നോട്ടില്ല. കാരണം എന്നെ വിളിച്ചത് മനുഷ്യനല്ല, എന്നെ വിളിച്ചാക്കിയത് മനുഷ്യരാരുമല്ല, പിന്നാരാണ്? എന്റെ കർത്താവാണ്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് കർത്താവാണെങ്കിൽ, നമ്മളെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വേണ്ടിയാണ് വിളിച്ചതെങ്കിൽ, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, കഷ്ടതയുണ്ട്, പിശാച് നമ്മളെ കീഴ്മേൽ മറിക്കത്തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിന്റെ മധ്യത്തിലും നമുക്കിതിനെ ജയിക്കാനായിട്ട് സാധിക്കും. മുമ്പേ ഞാൻ പറഞ്ഞ ഉദാഹരണം, ആ സാത്താന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ചയ്ക്ക് മുമ്പുമാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം, കൊല്ലം സോദരി ഭവനിലെ ജോയ്സ മാമയുടെ ഇന്റർവ്യൂ ഞാൻ ചെയ്തായിരുന്നു. ജോയ്സ മാമ സെയിം ഇൻസിഡന്റ് കൊല്ലം സോദരി ഭവനിൽ നടന്നത് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ ഞാൻ ജോയ്സ മാമയോട് പറഞ്ഞു, ഞാൻ കൊല്ലത്ത് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മാമ ഇനി ഈ ഇൻസിഡന്റ് പോലെ സംഭവിച്ച എന്റെ ഇൻസിഡന്റ് അത് ഞാൻ പറയും. കാരണം അമ്മാമ പ്രതികാരിയാണല്ലോ, ഇത്രയും വർഷം പറയാതിരുന്ന രഹസ്യം പറഞ്ഞാണല്ലോ, ഇതേപോലെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി പറയും, പിശാചിന്റെ ബാധ എത്ര വലുതാണെങ്കിലും അതിനെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം ആർക്കുണ്ട്? പ്രതികാരമുണ്ട്. ചിലരുടെ പേഴ്സണൽ എന്ന് പറഞ്ഞേ എനിക്കുണ്ട്. നമുക്കുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും നാം പറയേണ്ട ഒരു കാര്യമാണ്, ആ വിശ്വാസം ആർക്കുണ്ട്? എനിക്കുണ്ട്. ഏത് പ്രതിബന്ധം വന്നാലും, ഏത് പ്രശ്നം വന്നാലും ഒരു ചവിട്ടടി പോലും എങ്ങോട്ടില്ല, പുറോട്ടില്ല. കാരണം നമ്മെ വിളിച്ചതാരാ? ആദ്യനും അന്തിനുമായി, ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത കർത്താവാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ആ വിളിച്ച ദൈവം നടത്താൻ ശക്തൻ. നമ്മുടെ കഷ്ടത അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മളെ കുറിച്ച് പറയുന്ന ദൂഷണം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആ കർത്താവിന് മേൽ നമുക്കിടാം, ആ കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമുക്ക് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമിടുന്നു. കർത്താവിന്റെ നാമം